പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സ്. കുട്ടികൾക്ക് ഇനി വഴി തെറ്റരുത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അതുകൊണ്ട് ഉടനെ തന്നെ ഇവരെ പിടിച്ച് കെട്ടിക്കണം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കാനുള്ള പുതിയ പദ്ധതിയിലാണ് ഇറാഖ്. മാത്രവുമല്ല, വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും കാര്യങ്ങളിൽ ഇനി തീരുമാനമെടുക്കുക മത നേതാക്കളുമാണ്. ഇറാഖിലെ പെൺകുട്ടികൾക്കിനി വിവാഹം കഴിക്കാൻ 9 വയസ്സ് തികഞ്ഞാൽ മതി. ആൺകുട്ടികൾക്കാകട്ടെ വിവാഹപ്രായം 15. ഇറാഖ് പാർലമെന്റിൽ വിവാഹപ്രായം കുറയ്ക്കുന്ന ബില്ല് അവതരിപ്പിച്ചതോടെ അപരിഷ്കൃത ഇറാഖ് നിയമത്തെ പരിഹസിക്കുകയാണ് ലോകം. രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകൾ വരെ ഇറാഖിന്റെ പുതിയ നിയമനിർമ്മാണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇറാഖിലെ വിവാഹവും വിവാഹമോചനവും അടക്കം എല്ലാ വിഷയങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരവും മത നേതാക്കൾക്ക് വന്നുചേരും. ഇറാഖ് പാർലമെന്റിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ യാഥാസ്ഥിക ഷിയ ഇസ്ലാമിസ്റ്റ് പാർട്ടിയുടെ കൂട്ടായ്മയാണ് 1959 ഗാസിൻ ഗവൺമെന്റിന് കീഴിൽ നടപ്പിലാക്കിയ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. കോടതികൾക്ക് പകരം വിവാഹങ്ങൾ തീരുമാനിക്കാൻ ഷിയ സുന്നി ചാരിറ്റി ഓഫീസുകൾക്ക് അനുമതി നൽകുന്ന തരത്തിലാണ് പരിഷ്കാരം. 6ാമത്തെ ഷിയ ഇമാം ജാഫർ അൽ സാദിഖിന്റെ പേരിലുള്ള ജഅഫാരി നിയമവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് കരട് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന കരടുരേഖയാണിത്. 9 വയസ്സുള്ള പെൺകുട്ടികളുടെയും 15 വയസ്സുള്ള ആൺകുട്ടികളുടെയും വിവാഹം നിയമപരമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇറാഖ് പിൻവാങ്ങാൻ സാധ്യതയില്ല. ഇറാഖ് പാർലമെന്റിൽ MP റെയ്ദ് അൽ മാലിക്കാണ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കരടുരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയത്. യൂണിസെഫ് റിപ്പോർട്ട് പ്രകാരം ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സിന് മുൻപ് തന്നെ വിവാഹിതരാകുന്നുണ്ട്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുകയെന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വിലയിരുത്തൽ. പുതിയ നിയമത്തോടെ രാജ്യം ഇനിയും വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കുകയാണെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷക സാറ സംബർ അഭിപ്രായപ്പെട്ടത്. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളോ സിവിൽ ജുഡീഷ്യറിയോ തിരഞ്ഞെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്ന ബിൽ പാസ്സായാൽ 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കും 15 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്കും വിവാഹിതരാകാൻ നിയമം അനുവാദം നൽകും. ഇതാണ് ഉയർത്തുന്ന ഏറ്റവും വലിയ ആശങ്ക. ഇത് അനന്തരാവകാശം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കുമെന്നും വിമർശകർ ഭയപ്പെടുന്നുണ്ട്. ഈ പിന്തിരിപ്പൻ നീക്കം ശൈശവ വിവാഹവും ചൂഷണവും വർദ്ധിപ്പിക്കുമെന്നും സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് തുരങ്കം വെക്കുമെന്നും വിമർശകർ പറയുന്നു. ഇക്കാര്യങ്ങൾ മുൻനിർത്തി മനുഷ്യാവകാശ സംഘടനകളും വനിതാ ഗ്രൂപ്പുകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. ശൈശവ വിവാഹം, കൊഴിഞ്ഞുപോക്ക്, നേരത്തെയുള്ള ഗർഭധാരണം, ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യത എന്നിവയിലേക്ക് നയിക്കുന്നതായി അവർ പറയുന്നു. ഇസ്ലാമിക നിയമത്തെ ക്രമീകരിക്കാനും ചെറുപ്പക്കാരികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റമെന്നാണ് നിയമത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു ദുരന്തമാണെന്നാണ് നിയമത്തിനെതിരെ പോരാടുന്ന സഖ്യത്തിന്റെ കോർഡിനേറ്ററായ റയ ഫൈക്ക് പറയുന്നത്. സഖ്യത്തിൽ ഇറാഖി MP മാരും ഉൾപ്പെടുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. എന്റെ ഭർത്താവും കുടുംബവും ബാലവിവാഹത്തെ എതിർക്കുകയാണ്. എന്റെ മകൾ വിവാഹം കഴിക്കുകയും മകളുടെ ഭർത്താവ് ചെറുമകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ നിയമം അതിനാണ് അനുവാദം നൽകുന്നത്. ഈ നിയമം കുട്ടികളുടെ ബലാത്സംഗം നിയമവിധേയമാക്കുന്നതിന് സമാനമാണെന്നും റയ കൂട്ടിച്ചേർത്തു. തലസ്ഥാനമായ ബാഗ്ദാദിലും മറ്റു പല നഗരങ്ങളിലും നിയമത്തിനെതിരെ ഇതിനോടകം തന്നെ പ്രതിഷേധം നടന്നിട്ടുണ്ട്. പ്രതിഷേധിക്കുന്നവർ പാശ്ചാത്യ അജണ്ടകളെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ് ഭരണകൂടത്തിന്റെ പ്രതികരണം. 1950 മുതൽ ഇറാഖിൽ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിയമവിരുദ്ധമാണ്. പക്ഷേ യൂണിസെഫ് നടത്തിയ സർവേയിൽ ഇറാഖിലെ 28% പെൺകുട്ടികളുടെയും വിവാഹം 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2019 നടന്ന യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെ ഇറാഖിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുന്നതായി രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇറാഖ് ആസ്ഥാനമായിട്ടുള്ള അമൻ വിമൻസ് അലയൻസ് സഹസ്ഥാപകനായ നാദിയ മൊഹദൂദ് വ്യക്തമാക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കേണ്ട കാലത്ത്, കൂട്ടുകാരുടെ ഒപ്പം ചിരിച്ചു കളിക്കേണ്ട കാലത്ത്, ശാസ്ത്രവും സാഹിത്യവും ഗ്രഹിക്കേണ്ട കാലത്ത് ഈ കുരുന്നുകളിലേക്ക് ഇറാഖ് ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്നത് എന്താണ്? പെൺകുട്ടികളും ആൺകുട്ടികളും വഴി പിഴയ്ക്കാതിരിക്കാനുള്ള ഇവരുടെ കരുതലാണിതെന്ന് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ആർക്കാണ് കഴിയുക? കുട്ടികളുടെ ഭാവി സ്വപ്നങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജീവിതത്തിന് മുകളിലേക്ക് കരിനിഴൽ വീഴ്ത്തുന്ന ഇത്തരം നടപടികൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇറാഖ് നിങ്ങളോടാണ്. കുട്ടികളാണ്, അവർ പഠിക്കട്ടെ. നല്ല നാളെ അവർ സ്വപ്നം കാണട്ടെ.